രാവിലെയുള്ള തിരക്കിനിടയിലുള്ള കുക്കിങ്ങൊക്കെ ആട്ടോ ഒരല്പം വീഡിയോ എടുത്തേക്കെന്ന് വിചാരിച്ചേ. ഫസ്റ്റിലെ ഇതാണ്, ഇൻട്രൊഡക്ഷൻ ഒന്നും എടുത്തിട്ടില്ല. അപ്പം ഒരു ചാറുകറി, ഒരു തോരൻ കറിയൊക്കെ ഉണ്ടാക്കുന്ന, തോരനല്ല, ഒരു മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ. അപ്പം മറ്റുള്ള സംഭവങ്ങളൊക്കെ ഓരോന്ന് വീഡിയോ എടുക്കുമ്പോൾ ഇതൊക്കെ അതിട്ട് കൂട്ടിച്ചേർത്ത് കാണിക്കാമെന്ന് വിചാരിച്ചാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളൊക്കെ ഇന്ന് കാണിച്ചു തരാം ഞങ്ങളുടേതായ രീതിയിൽ. രാവിലെ തിരക്കിനിടയിൽ തേങ്ങാക്കൊത്ത് ചേർത്ത് ബീൻസ് മെഴുക്കുവരട്ടി വെക്കുന്ന കേട്ടോ. അപ്പം തേങ്ങാക്കൊത്ത് ചേർത്ത് അല്പം മസാലപ്പൊടിയൊക്കെ ചേർത്ത് ഒരു മെഴുക്കുവരട്ടി ഭയങ്കര ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ പിന്നെ പൊട്ടറ്റോയും കൂടെ ഒരെണ്ണം ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ പൊട്ടറ്റോ ഇല്ല, ചേർന്നിരിക്കും, അതുകൊണ്ട് അത് ചേർക്കുന്നില്ല. അപ്പോൾ ഇത് തേങ്ങാക്കൊത്തും ബീൻസും അതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ. അപ്പോൾ തേങ്ങാക്കൊത്ത്, ഒരു കുഞ്ഞ് സവോള, 4-5 പച്ചമുളക്, കുറച്ച് കറിവേപ്പില എല്ലാം കൂടെ കൂടിയിട്ടാണ് ഈ വഴറ്റുന്നത്. ഇനി ഒരു അല്പം മഞ്ഞൾപ്പൊടി, ലേശം മസാലപ്പൊടി, ഇതിപ്പോൾ ഗരം മസാല ആയാലും കുഴപ്പമില്ല, മീറ്റ് മസാല ആയാലും കുഴപ്പമില്ല കേട്ടോ. ഏതിട്ടാലും മസാലയുടെ ഒരു ടേസ്റ്റ് മുന്നിലേക്ക് നിൽക്കും, അതാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് ചെയ്യാം. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്തും ബീൻസും നല്ല മസാലപ്പൊടി ചേർത്ത് നന്നായിട്ട് മെഴുക്കുവരട്ടി വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കേട്ടോ, സൂപ്പറാണ്. അതിനകത്ത് കറിവേപ്പില, പച്ചമുളക്, അതുപോലെ തന്നെ ഒരു ശകല സവാള, ഒത്തിരി ഒന്നും സവാള ചേർത്തിട്ടില്ല കേട്ടോ. ഒരു കൊച്ചു സവാളയുടെ പകുതി അതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി ആയിക്കഴിഞ്ഞാൽ മധുരമാകും, അതും രുചിയില്ല. അത് ആവശ്യത്തിന് ഉപ്പും എണ്ണയും ഒക്കെ ചേർന്നൊരു സൂപ്പറായിട്ടുള്ള ഒരു മെഴുക്കുവരട്ടിയാണ്. പൊതിച്ചോറ് കെട്ടാൻ ഏറ്റവും നല്ലൊരു കറിയായത്. അപ്പം നമ്മൾ വെണ്ടയ്ക്കയും തൈരും ചേർത്തൊരു വെണ്ടയ്ക്ക പച്ചടി ഉണ്ടാക്കാൻ പോവുകയാണേ. അപ്പോൾ ഈ വെണ്ടയ്ക്ക ഒന്ന് നന്നായിട്ട് വഴറ്റണം, എൻ്റെ ഞോളയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അത് പച്ചമുളകുണ്ട്, കറിവേപ്പിലയുണ്ട്, ഒരു കുഞ്ഞ് സവാളയുടെ പകുതി, അതായത് ബീൻസ് മെഴുക്കുവരട്ടിക്കെടുത്തതിൻ്റെ പകുതി ഇതിനകത്തേക്ക് ചേർത്തു. ഇച്ചിരി ഇരിക്കട്ടെ എന്ന് ഓർത്താൽ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് വഴറ്റിയിട്ട് ഇതിനകത്ത് തേങ്ങയും പിന്നെ കടുകും നല്ല വെണ്ണ പോലെ അരച്ച് ചേർക്കണം. എന്നിട്ട് ഒരല്പം തൈരും ചേർത്തിട്ട് കടുക് വറുത്തൊഴിച്ചാലും കുഴപ്പമില്ല. ചില ഭാഗങ്ങളിൽ പച്ചടിക്ക് കടുക് വറുക്കില്ല, ചിലർ കടുക് വറുത്തൊഴിക്കും. എന്തായാലും നമുക്ക് സമയമുണ്ടെങ്കിൽ ഇച്ചിരി കടുക് വറുത്തൊഴിക്കാം കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ഈ വെണ്ടയ്ക്ക പച്ചടി ഉണ്ടാക്കാം. അപ്പോൾ കടുകും തേങ്ങയും കൂടെ അരയ്ക്കാനായിട്ട് മിക്സിയിൽ ഇട്ടോ നന്നായിട്ട് അരച്ച് കിട്ടണം. ഇത് ഉണക്കമീൻ, കുട്ടമീൻ വെട്ടി തേച്ച് കഴുകി കഷ്ണങ്ങളാക്കി വെച്ചേക്കുവാണ്. ഇതിനെ ഉണക്കമീൻ നമുക്ക് വറുത്തെടുക്കണം. രാവിലത്തെ ഒരു തത്രപ്പാട് ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്ത് വെണ്ടയ്ക്കായും പച്ചമുളകും ഒരു പകുതി സവാളകളെ നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ തേങ്ങ അരച്ചത് ചേർക്കാം. തേങ്ങയും കടുകും അപ്പോൾ വെണ്ടയ്ക്ക നമ്മൾ തേങ്ങയും പിന്നെ കടുകും കൂടി പച്ചക്കടുകും കൂടി അരച്ചത് ചേർത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തിളച്ച് വന്നു. ഇനി ഇതിനകത്ത് തൈര് ഒഴിച്ച് അല്പം കടുക് വറുത്ത് ഒഴിക്കാം കേട്ടോ. എല്ലാവരും ഒന്നും പച്ചരിക്ക് കടുക് വറുക്കില്ല, പക്ഷേ ഞാൻ ഇച്ചിരി കടുക് വറുക്കുന്നുണ്ട്, എനിക്കതാണ് ഇഷ്ടം. അതുകൊണ്ട് തൈര് ചേർത്തതിന് ശേഷം കടുക് വറുത്തെടുക്കണം. ഇതുണ്ടോ, മീനും വറുത്തെടുക്കണം. അതിനായിട്ട് ചട്ടി ചൂടാകാനായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് രാവിലെയുള്ള സംഭവങ്ങളൊക്കെ ഇതാണ്. അപ്പോൾ ഇതൊക്കെ ഒരു കുഞ്ഞു വീഡിയോ ആക്കി നമ്മൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്നും പറയും പോലെ തന്നെ കമൻ്റ് ഇല്ലെങ്കിൽ പോലും എന്തെങ്കിലും ഇഷ്ടപ്പെടായി ഉണ്ടെങ്കിൽ കമൻ്റ് എഴുതുക. ഇഷ്ടമാണെങ്കിൽ പിന്നെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. എന്തുകൊണ്ട് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഇത് ശരിയായില്ല, അല്ലെങ്കിൽ ഇങ്ങനെയല്ല, എങ്ങനെ വേണമെങ്കിലും അഭിപ്രായം എല്ലാവർക്കും പറയാം. സോഷ്യൽ മീഡിയ വരുന്ന സംഭവത്തിന് അഭിപ്രായം പറയുന്ന ഓരോരുത്തരുടെയും അവകാശമാണ്. അതിനെ പ്രതികരിച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പം ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്നോ
ആണെങ്കിൽ ആണെന്നോ എങ്ങനെയാണെങ്കിലും 1-2 കമൻറ്റ് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നാലും ലൈക്ക് ചെയ്ത് കാണണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയും ചെയ്യണം കേട്ടോ. നമ്മൾ നല്ല ഓപ്ഷൻ ഇനേബിൾ ചെയ്തുകൊണ്ട് നമ്മുടെ വീഡിയോയ്ക്കൊരു സപ്പോർട്ട് തരണേ. അപ്പം അനുമോള് ധൃതി പണിയാണ്. രാവിലെ പോകാനുള്ള ഒരു പരിപാടിയൊക്കെയാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടി അടുക്കളയിലുള്ള പരിപാടികളൊക്കെ ചെയ്തിട്ട് 2 പേർക്കും രാവിലെ തന്നെ പോകണമല്ലോ. അപ്പം രാവിലത്തെ പരിപാടിയൊക്കെ ഒരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. വൈകിട്ട് മിക്കവാറും വീഡിയോ എടുക്കാനുള്ള സമയമില്ല. പിന്നെ വൈകിട്ട് വരുമ്പോഴത്തേനും എല്ലാവർക്കും മടുപ്പായി. അതുകൊണ്ട് അതൊന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ ഈ വീഡിയോയ്ക്കാണ് നമ്മൾ പിന്നെ പോകുന്നതും വരുന്നതും ഒക്കെ. എനിക്കധികം ട്രാവൽ വീഡിയോ ഇടാനാണ് ഇഷ്ടം. ഇപ്പം എവിടെയെങ്കിലുമൊക്കെ സ്ഥലങ്ങളിലൊക്കെ പോകുന്നതും കാണുന്നതും പുതിയ സ്ഥലങ്ങളല്ല, നിലവിൽ ഇവിടെ ഉള്ളത് തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോയാക്കി നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് എനിക്കിഷ്ടമാണ്. കാരണം പ്രകൃതി ഇഷ്ടപ്പെടുന്നവരും പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്നവരും ഉണ്ടല്ലോ ഇതിനിടയിൽ. അങ്ങനെയുള്ളവരൊക്കെ കണ്ടൊന്ന് ആസ്വദിക്കാം. അപ്പോൾ ഇതിൻ്റെ ബാക്കി പണിയും കൂടെ ചെയ്യട്ടെ കേട്ടോ. മീനൊന്ന് വറക്കട്ടെ. അപ്പോൾ ഇത് കട്ടത്തൈരാണ്. തൈരൊന്ന് സ്പൂൺ കൊണ്ട് ഉടച്ചു അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. കടുക് വറുക്കണം. മീൻ മറക്കാനായിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് മീനും കൂടി ഇട്ട് കൊടുക്കാം. ഇനി തീ എടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വെണ്ടയ്ക്ക പച്ചരിക്ക് ഒരല്പം കടുക് വറുത്ത് ചേർക്കാം കേട്ടോ. കടുക് വറുത്തതിൻ്റെ പുറത്ത് ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്ന കണ്ടാൽ ഒരു ഇഷ്ടം തോന്നും. കാഴ്ചയ്ക്കൊരു ഇഷ്ടം തോന്നണം, കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് തോന്നണം. അതിന് വേണ്ടിയിട്ടാണ്. ചിലരൊന്നും പച്ചരിക്ക് കടുക് വറുത്ത് ഒഴിക്കാറില്ലെന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ ഇത് പച്ചടിക്ക് ഒഴിക്കാൻ പോവാണേ. എന്തോ ഇച്ചിരി ഒഴിഞ്ഞ് മൂക്കട്ടെ. മീൻ ഉണക്കമീൻ വെന്തുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ കൂടെ 2 പച്ചമുളക് 2 കറിവേപ്പിലയൊക്കെ ഇടുക. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ബാക്കി ഇങ്ങനെ വറുത്തെടുക്കണം. കറിയിലേക്ക് ഒഴിക്കട്ടെ. ഇപ്പോൾ രാവിലെ 8 മണിക്ക് മുമ്പായി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ രാവിലെ ഉണ്ടാക്കിയ കറികൾ ഇതൊക്കെ കേട്ടോ. ഇത് അനുമൂക്ക് പൊതിച്ചോറ് കെട്ടാൻ വേണ്ടി ഒരു മുട്ട പൊരിച്ച് വെച്ചു. മീൻ ബാക്കി ഇരുന്ന മീനും കൂടെ വറക്കാനിട്ട് വെച്ചു. ഇത് കടുക് വറുത്ത് ഒഴിച്ചു. ഇതുണ്ട് കടുക് വറുത്ത് ഒഴിച്ചപ്പോഴാണ് കാണാൻ ഭംഗി. എപ്പോഴാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്. കടുക് വറുത്തില്ലെങ്കിലും കഴിക്കാൻ നല്ല സൂപ്പർ കറിയാട്ടോ അത്. പരുവത്തിനേ പുളിയുള്ളൂ, പാകത്തിന് പുളി ആ തൈരിന്. അതുകൊണ്ട് തന്നെ ഈ പച്ചടിക്ക് നല്ലൊരു രുചിയുണ്ട്. മീൻ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇതായത് തേങ്ങാക്കൊത്തും ബീൻസും കൂടെ നെയ്ച്ചോർക്ക് വെച്ച് വെച്ചിരിക്കുന്നു. ഇത് ഇന്നലത്തെ മോരുകറിയുണ്ട്. അപ്പോൾ പൊതിച്ചോറിന് ആവശ്യമായ കറികളൊക്കെ എടുക്കും. ബാക്കിയൊക്കെ നമ്മൾ അത്താഴത്തിനായിട്ട് മാറ്റി വെച്ച് വെക്കും കേട്ടോ. ഉച്ചക്കാരും ഇങ്ങോട്ട് ചോറ് കഴിക്കാൻ പറ്റില്ല. ബാക്കി അത്താഴം കഴിക്കാനാണ് വരുന്നത്. അപ്പോഴത്തേനും ബാക്കിയുള്ളതൊക്കെ സൂക്ഷിച്ച് നമ്മൾ മൂടി വെച്ചിട്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ വൈകിട്ട് കാണിച്ചു തരാം. വൈകുന്നേരങ്ങളിലാണ് ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലാളുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ അനുവിനുള്ള ചോറൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചു കേട്ടോ. ഇതുണ്ടോ ചാറുകറി എടുത്ത് വെച്ചു. മുട്ട പൊരിച്ചത്, മീൻ വറുത്തത്, മെഴുക്ക് വരട്ടി ഒക്കെ വെച്ച് ചോറ് ഇനി അടയ്ക്കാൻ പോവാനേ. ഇതുണ്ടോ അടിയിലെ പാത്രത്തിൽ ചോറ് ഇരിപ്പുണ്ട്. അപ്പം ഇനിയൊക്കെ റെഡിയാക്കി രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. മീനൊക്കെ വറുത്ത് ഒരു വെച്ചു. വറുത്ത എണ്ണയും പാത്രമൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത് കുടിവെള്ളമൊക്കെ ഉലുവയിട്ട് തിളപ്പിച്ച കുടിവെള്ളം കൊണ്ടാണ് പുള്ളിക്കാരി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഉലുവ വെള്ളം അടുപ്പിൽ വെച്ചിരിക്കുകയാണ് കൊണ്ടുപോകാൻ. ചൂടോടെ ഫ്ലാസ്കിൽ ഒഴിച്ച് കൊണ്ടുപോകും. തണുപ്പുള്ള ഏരിയ ആയതുകൊണ്ട് ചൂടോടെ കുടിക്കണം അതിന് വേണ്ടിയിട്ട്. അപ്പം രാവിലത്തെ പരിപാടി ഇവിടെ കൊണ്ടൊക്കെ നിർത്തി കേട്ടോ. അപ്പോൾ വൈകിട്ട് മിക്കവാറും എടുത്താൽ അതും കൂടെ ഇതിനോട് കൂടി കൂട്ടിച്ചേർക്കും. വീഡിയോ എടുത്താൽ. ഇല്ലെങ്കിൽ ഞാൻ ഇത് തന്നെയൊക്കെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അനുവിനെ കൊണ്ടൊരു ഇൻട്രൊഡക്ഷനൊക്കെ പറയിപ്പിക്കാവേ. അനു പറഞ്ഞോട്ടെ. അവളും കൂടെ അവളുടെ ഒരു സാന്നിധ്യവും കൂടെ ഇരിക്കട്ടെ. എല്ലാ കൂട്ടത്തിനും പുറകിൽ നിന്ന് എല്ലാ കൂട്ടവും ചെയ്ത് എൻ്റെ കയ്യിൽ അടുപ്പിച്ചൊക്കെ തരാൻ എപ്പോഴും ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പുള്ളിക്കാരി പോകാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ നമുക്ക് വൈകിട്ടത്തെ വീഡിയോയിൽ കാണാം. ഇൻട്രൊഡക്ഷൻ അതിനിടയ്ക്ക് കിടക്കും.